الله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس ഉസിക്കും ഇയായ അവലംബിത്തക്കുവല്ല. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ ഇനി നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ കലാമിലൂടെ പരിചയപ്പെടുത്തിയത് ഖുലിക്കൽ ഇൻസാനു ലഈഫ എന്നാണ്. മനുഷ്യന് ദുർബലനായിക്കൊണ്ടാണ് സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത്. നമ്മൾ വിചാരിക്കുന്നത് പോലെ എല്ലാത്തിനും ഏതിനും കഴിവുള്ളവനല്ല മനുഷ്യൻ. അവനെത്തിപ്പിടിക്കാൻ കഴിയാത്ത ഒട്ടനവധി കാര്യങ്ങളുണ്ട്. അവന് നേടിയെടുക്കാൻ സാധിക്കാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് ആ രൂപത്തിലാണ് എന്ന് സൃഷ്ടിച്ച സൃഷ്ടാവ് നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ സൃഷ്ടാവിനെ സംബന്ധിച്ചിടത്തോളം വദൂദ് എന്നാണ് പരിചയപ്പെടുത്തിയിട്ടുള്ളത്. അടിമകളോട് ഏറെ ഇഷ്ടമാണ്. ആ ഒരു ഇസ്മിൻ്റെ ആ ഒരു പദത്തിൻ്റെ അർത്ഥം എന്നുള്ളത് അടിമകളെ ഏറെ ഇഷ്ടപ്പെടുന്നവൻ എന്നാണ്. അതുപോലെ തന്നെ അടിമകളോട് ഏറെ കരുണ കാണിക്കുന്നവൻ, അടിമകളോട് ഏറെ കാരുണ്യം കാണിക്കുന്നവൻ എന്നൊക്കെ പ്രിയപ്പെട്ടവരെ സൃഷ്ടാവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയ ഇസ്മുകൾ, നാമങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ മകൻ അപകടത്തിൽപ്പെടുമ്പോൾ ഒരു ഉമ്മക്കുണ്ടാകുന്ന വേദന എത്രയാണോ അതിനേക്കാൾ വേദനയുണ്ട് റഹ്മാനായ റബ്ബിന് തൻ്റെ അടിമകളെ നരകത്തിലിടുന്നത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വചനങ്ങൾ കാണാൻ കഴിയും. അതുകൊണ്ട് എൻ്റെ അടിമകൾ എങ്ങനെയെങ്കിലും സ്വർഗത്തിൽ പ്രവേശിക്കണമെന്ന് ആഗ്രഹിക്കുന്നവനാണ് പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ചെറിയ ചെറിയ ഓഫറുകൾ അല്ലാഹു നൽകലുണ്ട്. സാധാരണ നിർവഹിക്കുന്ന ദിനങ്ങളെക്കാൾ, ദിവസങ്ങളെക്കാൾ, സമയങ്ങളെക്കാൾ ചില സമയങ്ങൾക്ക്, ചില ദിവസങ്ങൾക്ക്, ചില ദിനങ്ങൾക്ക് ചില പ്രത്യേകതകൾ. ആ ദിനങ്ങളിൽ അമലുകൾ ചെയ്യുമ്പോൾ, പടച്ച റബ്ബിലേക്ക് അടുക്കുമ്പോൾ അവനെ പ്രത്യേകം റഹ്മാനായ റബ്ബ് കൂലി നൽകുന്നു, പ്രതിഫലം നൽകുന്നു എന്നുള്ളത്
ചരിത്രാധ്യാപനങ്ങളിലൂടെയും ആയത്തുകളിലൂടെയും ഹദീസുകളിലൂടെയും പ്രിയപ്പെട്ടവരെ നാം മനസ്സിലാക്കിയ കാര്യമാണ്. അത്തരത്തിലുള്ള ഒരു മാസത്തിലേക്കാണ് വിശ്വാസികളെന്ന നിലയ്ക്ക് നാം പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് പ്രിയപ്പെട്ടവരെ നമുക്കൊക്കെ അറിയാമല്ലോ. ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞാൽ ദുൽഹിജ്ജ മാസമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു ദിനത്തെപ്പറ്റി അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തിയത് എന്താ? അഫ്ളലു അയ്യാമി ദുനിയാ അയ്യാമുൽ അശർ. ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ ദിവസങ്ങളാണ് ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾ. ആ ആദ്യ 10 ദിനങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് വിശ്വാസികളെന്ന നിലയ്ക്ക് ചില ഒരുക്കങ്ങൾ ഉണ്ടായേ മതിയാകൂ, ചില പാഠവങ്ങൾ അറിഞ്ഞേ മതിയാകൂ, ചില നിർദ്ദേശങ്ങൾ നാം അംഗീകരിച്ചേ മതിയാകൂ. അങ്ങനെ അംഗീകരിക്കുമ്പോഴും അങ്ങനെ നേടുമ്പോഴും പ്രിയപ്പെട്ടവരെ നാളെ മുത്തക്കികൾക്ക് വേണ്ടി ഒരുക്കി വെച്ച സ്വർഗമായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ ഈ ഓഫറുകളെ സ്വീകരിക്കാതെ നാം മുന്നോട്ട് പോകുമ്പോൾ ഉഇദ്ദത്തിൽ കാഫിരീൻ, കാഫിരീങ്ങൾക്ക് വേണ്ടി ഒരുക്കി വെച്ച നരകമായിരിക്കും നമ്മുടെ സങ്കേതമെന്നും നമ്മുടെ ഗേഹമെന്നും പ്രിയപ്പെട്ടവരെ നാമൊക്കെ മനസ്സിലാക്കുക. പെരുന്നാൾ പ്രമാണിച്ച് ഒരു ഷോപ്പിലെ ബ്രാൻഡഡ് സാധനങ്ങൾക്ക് വമ്പിച്ച വിലക്കുറവുണ്ട് എന്ന് പറയുമ്പോൾ അത് മേടിക്കുവാനും അത് നേടിയെടുക്കുവാനും അശ്രാന്ത പരിശ്രമം നടത്തുന്ന, നമ്മുടെ ഷെഡ്യൂളുകളിൽ മാറ്റം വരുത്തുന്ന, നമ്മുടെ സമയത്തെ ക്രമീകരിക്കുന്ന നാം പ്രിയപ്പെട്ടവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വലിയൊരു ഓഫർ നൽകുകയാണ്, വമ്പിച്ചൊരു ഓഫർ നൽകുകയാണ് ഈ ദിനങ്ങളിലൂടെ. ആ ദിനങ്ങൾ വിരലിലെണ്ണാവുന്ന ദിനങ്ങളിൽ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ ദിനങ്ങളെ ഏറ്റവും മനോഹരമായി പ്രിയപ്പെട്ടവരെ നാം ഉപയോഗപ്പെടുത്തണമെന്നുള്ളതാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, മൽ അമലു ഫീ അയ്യാമിൽ അശ്രി അഫ്ളല മിനൽ അമലി ഫീ ഹാദിഹി. അതേ, ദുൽഹിജ്ജയിലെ 10 ദിനങ്ങളിലെ കർമ്മങ്ങളെക്കാൾ പുണ്യമേറിയ മറ്റു കർമ്മമില്ല. അതേ, അള്ളാഹുവിൻ്റെ റസൂൽ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, വലൽ ജിഹാദു, അള്ളാഹിൻ്റെ റസൂലേ ജിഹാദിനേക്കാൾ പുണ്യമാണോ? അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി അടരാടി പോരാടിയ ഒരു വ്യക്തിയേക്കാൾ പുണ്യമുണ്ടോ റസൂലേ ഈ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾക്ക് എന്ന് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കാം. ഏതാ പ്രിയപ്പെട്ടവരെ ജിഹാദ് എന്നുള്ളത്? ഹജ്ജിനേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞൊരു കർമ്മം, ഹജ്ജിനേക്കാൾ പ്രതിഫലമുണ്ട് എന്ന് പറഞ്ഞൊരു കർമ്മത്തേക്കാൾ പ്രതിഫലം ജിഹാദിനുണ്ട്. ആ ജിഹാദിനേക്കാൾ പുണ്യമുണ്ട് എന്ന് അല്ലാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാ. എന്നിട്ട് പ്രവാചകൻ ഒരു മാനദണ്ഡം വെക്കുന്നുണ്ട്. എന്തായിരുന്നു ആ മാനദണ്ഡം? ഇല്ലാ റജുലുൻ ഖറജ യുഖാതിറു ബിനഫ്സിഹി വമാലിഹി ഫലം യർജി ബിശൈഇൻ. ഒരു വ്യക്തി ഒഴികെ. ആ വ്യക്തി എങ്ങനെയാ? അവൻ അല്ലാഹുവിൻ്റെ ദീനിന് വേണ്ടി ആ യുദ്ധത്തിൻ്റെ രണാങ്കളത്തിൽ ഇറങ്ങിത്തിരിക്കുകയാണ്. അവൻ്റെ സമ്പത്ത് ആ യുദ്ധത്തിന് വേണ്ടി അവൻ ചെലവഴിച്ചു, അവൻ്റെ ശരീരം ആ യുദ്ധത്തിന് വേണ്ടി അവൻ ചെലവഴിച്ചു. അവൻ തിരിച്ചു വന്നിട്ടില്ല. അവൻ്റെ സമ്പത്ത് കൊണ്ടും ശരീരം കൊണ്ടും, അതായത് അവൻ മരണപ്പെട്ടു, ഷഹീദായി. അത് പ്രതിഫലമുണ്ട്. എന്നാൽ അതല്ലാത്ത എല്ലാ കാര്യങ്ങളെക്കാളും പ്രതിഫലം ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾക്കാണ്. ആ ഷഹീദായവന് മാത്രമാണ് ഇതിനേക്കാൾ പ്രതിഫലമുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമ്പോൾ ഇത്രയും മൈന്യൂട്ടായിട്ടുള്ളൊരു കാര്യത്തെ പ്രവാചകൻ ഒരു ഉദാഹരണ സഹിതം പ്രിയപ്പെട്ടവരെ രേഖപ്പെടുത്തി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഇതിനത്രയും വമ്പിച്ചമായ പ്രതിഫലം നൽകുമെന്നല്ലേ. എന്നാൽ റമളാൻ വരുമ്പോൾ വിശ്വാസികളെന്ന നിലയ്ക്ക് എത്ര ഈമാനികമായിട്ട് ഉയരാത്തവനെ സംബന്ധിച്ചിടത്തോളം റമളാനിൽ കുറച്ചൊക്കെ ഒരു ശ്രദ്ധ കാണിക്കാൻ വെമ്പൽ കൊള്ളാറുണ്ട്, പരിശുദ്ധ ഖുർആനൊന്ന് ഓതാൻ ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ മറ്റു നമസ്കാരങ്ങളുടെയും സുന്നത്തുകളുടെയും സദഖയുടെയും വിഷയത്തിലൊക്കെ ഒരു താല്പര്യം കാണിക്കാറുണ്ട്. എന്നാൽ പ്രിയപ്പെട്ടവരെ ഖേദകരമെന്ന് പറയട്ടെ, ദുൽഹിജ്ജ മാസത്തിൻ്റെ മഹത്വം മനസ്സിലാക്കാനിട്ടാണോ, പ്രതിഫലം അറിയാനിട്ടാണോ വേണ്ടത്ര ശ്രദ്ധ ഈ ദിനങ്ങളിൽ കൊടുക്കാറില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാൽ വിശ്വാസികൾക്ക് ഭൂഷണമല്ലാതെ, വിശ്വാസികൾക്ക് സംബന്ധിച്ചിടത്തോളം പ്രിയപ്പെട്ടവരെ അത് വലിയ നഷ്ടത്തിലേക്ക് നയിക്കുമെന്നുള്ളതിൽ യാതൊരുവിധ സംശയവുമില്ല. അല്ലാഹുവിൻ്റെ റസൂൽ പറഞ്ഞില്ലേ, മാമിൻ അയ്യാമിൻ അഅ്ളമു ഇൻദല്ലാഹ് വലാ അഹബ്ബു ഇലൈഹി മിനൽ അമലി ഫീഹിന്ന മിൻ ഹാദിഹിൽ അയ്യാമിൽ അശർ.
ഈ 10 ദിനങ്ങളിലെ പ്രവർത്തനങ്ങളെക്കാൾ ശ്രേഷ്ഠവും അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പ്രിയമേറിയതുമായ മറ്റു ദിനങ്ങളില്ല. പടച്ചോനിക്ക് പ്രിയമേറിയ മറ്റൊരു ദിനമില്ല. പടച്ചോന്റെ അരികിൽ ശ്രേഷ്ഠമായ മറ്റൊരു ദിനവുമില്ല. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂല് പറയാ, ഫഅക്സിറൂ ഫീഹിന്ന മിനത്ത് തഹ്ലീൽ, നിങ്ങൾ തഹ്ലീൽ അധികരിപ്പിക്കണേ. എന്താ തഹ്ലീൽ പ്രിയപ്പെട്ടവരെ? ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ നിങ്ങൾ മുതിരണം. പിന്നെയോ വത്തക്ബീർ, തക്ബീറുകൾ ചൊല്ലണം. വത്തഹ്മീദ്, അൽഹംദുലില്ലാഹ് എന്ന് നിങ്ങൾ ഉരുവിടണം. അതുകൊണ്ടാണ് സഹാബത്തിന്റെ ചരിത്രം കാണാമായിരുന്നു. അവരങ്ങാടികളിലേക്ക് ഇറങ്ങുമ്പോൾ അവർ തക്ബീർ ചൊല്ലുമായിരുന്നു. പെരുന്നാളിൻ്റെ ദിനത്തിൽ മാത്രമല്ല, അയ്യാമുത്ത് ശരീക്കിൻ്റെ ദിവസത്തിൽ മാത്രമല്ല, അവർ ഈ ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിലൊക്കെ പ്രിയപ്പെട്ടവരെ ഈ ഒരു നന്മയെ ഉപയോഗപ്പെടുത്തിയിരുന്നു എന്ന് ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുക. സഹോദരിമാരെ, ഉമ്മമാരെ, നമ്മുടെ ജോലികൾക്കിടയിൽ നമുക്ക് ദിക്റുകൾ ചൊല്ലാം. അല്ലാഹുവിൻ്റെ റസൂലേ സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകം നമ്മെ ഓർമ്മപ്പെടുത്തി, ഈ ദിനങ്ങളിൽ ഫഅക്സിറൂ, നിങ്ങൾ അധികരിപ്പിക്കണേ എന്ന. നിങ്ങൾ അധികരിപ്പിക്കണം, ധാരാളം അധികരിപ്പിക്കണം. കാരണം പ്രതിഫലം വർദ്ധിതമായ തോതിൽ പടച്ച റബ്ബ് തരും. എത്ര ചെയ്തോ അതിന് കണക്കില്ലാതെ വമ്പിച്ച വർദ്ധിതമായ തോതിൽ പ്രതിഫലം തരാൻ റഹ്മാനായ റബ്ബ് ഒരുക്കമാണ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ ഈ ഹദീസുകളൊക്കെ നമ്മെ പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് മുൻഗാമികൾ, സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു തആല അൻഹു, അദ്ദേഹത്തിൻ്റെ ജീവിത ചരിത്രമൊക്കെ പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. തനിക്ക് എത്രത്തോളം എൻ്റെ റബ്ബിന് വേണ്ടി ഇബാദത്തുകൾ അർപ്പിക്കാൻ, നിർവഹിക്കാൻ സാധിക്കുമോ അത്രത്തോളം ഞാൻ ഈ ദിവസങ്ങളിൽ ഇബാദത്തുകൾ അധികരിപ്പിക്കുമെന്ന ചരിത്രങ്ങൾ ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹ് ഈ ദുൽഹിജ്ജയുടെ ആദ്യ ദിനങ്ങളുടെ ശ്രേഷ്ഠത പഠിപ്പിക്കവേ പ്രിയപ്പെട്ടവരെ നമ്മെ ബോധ്യപ്പെടുത്തിയത് എന്താണെന്നറിയോ? ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തിരക്കാവുന്ന സമയമാണ്, അവർ പെരുന്നാളിൻ്റെ അതല്ല എങ്കിൽ മറ്റു പല ചർച്ചകളിലും ഏർപ്പെടുന്നൊരു സമയം. എന്നാൽ വിശ്വാസികൾ എന്ന നിലയ്ക്ക് അവർ ഇബാദത്തുകളിൽ പടച്ച റബ്ബിൻ്റെ പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, നാളെ സ്വർഗം കൊതിച്ചുകൊണ്ട്, കിനാവ് കണ്ടുകൊണ്ട് ഇബാദത്തുകളിൽ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇബാദത്തുകളിൽ മുഴുകേണ്ട സമയമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം. വിശ്വാസികളുടെയും പൊതുവെയുള്ള ജനങ്ങളുടെയും ഒരു വ്യതിരിക്തത, വ്യത്യാസം ഇമാം അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ല പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുകയാണ്. സഈദ് ബിൻ ജുബൈർ റഹിമഹുല്ല തന്നെ പറയുന്നു, നോക്കിയ നിങ്ങൾ, ലാ തുത്ഫിഉ സുറുജകും ലയാലിൽ അശ്ർ, ഈ 10 രാവുകളിൽ നിങ്ങളുടെ വിളക്കുകൾ അണക്കാൻ പാടില്ല. ഈ ദുൽഹിജ്ജയുടെ ഈ ആദ്യ ദിനങ്ങളിൽ ഉണ്ടല്ലോ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ വീടുകളിലെ വിളക്കുകൾ നിങ്ങൾ അണക്കാൻ പാടില്ല. എൻ്റെ ഉദ്ദേശം ഇബാദത്തുകളിൽ മുഴുകണം. നിങ്ങൾ ആരാധന കർമ്മങ്ങളിൽ പടച്ച റബ്ബിലേക്ക് പ്രീതി കാംക്ഷിച്ചുകൊണ്ട്, നന്മ കാംക്ഷിച്ചുകൊണ്ട്, സ്വർഗം കിനാവ് കണ്ടുകൊണ്ട് നിങ്ങൾ കുതിക്കണം. മഹാരഥന്മാരായ മുൻഗാമികളുടെ ജീവിത ചരിത്രത്തെയാണ് പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തുന്നത്. എന്നിട്ടോ എത്ര മനോഹരമായ വാക്ക, യഖ്ലൂ, നിങ്ങൾ എണീപ്പിക്കണം, അല്ലെങ്കിൽ നിങ്ങൾ എണീക്കണം. നിങ്ങളുടെ വീടകങ്ങൾ വിളക്കുകളാൽ അണിയേണ്ടതുണ്ട്. യതസഹറു ലിസൗമി യൗമി അറഫ, അറഫ ദിവസത്തിലെ നോമ്പ് നോൽക്കുന്നതിന് വേണ്ടി നിങ്ങളുടെ വീട്ടുകാരെ നിങ്ങൾ ഉണർത്തുക എന്ന് മുൻഗാമികളൊക്കെ പ്രിയപ്പെട്ടവരെ ഓർമ്മപ്പെടുത്തിയ വാക്കുകളും ചരിത്രങ്ങളും നമുക്ക് കാണാം. അതായത് പലപ്പോഴും നമുക്കിടയിലെ ഈ ദിനങ്ങൾക്ക് നാം വലിയൊരു പ്രാധാന്യവും ശ്രദ്ധയും കൽപ്പിക്കാത്തതുള്ളൂ. മുൻഗാമികൾ റമളാനിനെ പോലെ അല്ലെങ്കിൽ പ്രിയപ്പെട്ടവരെ വലിയൊരു നന്മയായിട്ടാണ് ഈ ദിനങ്ങളെ കണ്ടിരുന്നത്. അതുകൊണ്ടാണ് ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുള്ളയോട് ചോദിക്കേണ്ടത്, ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾക്കാണോ റമളാനിൻ്റെ അവസാനത്തെ 10 ദിനങ്ങൾക്കാണോ ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത? നമ്മൾ ശ്രദ്ധിക്കണം, ഏറ്റവും കൂടുതൽ ശ്രേഷ്ഠത റമളാനിൽ അവസാന 10 ദിനങ്ങൾക്കാണോ ദുൽഹിജ്ജയിലെ ആദ്യ 10 ദിനങ്ങൾക്കാണോ? ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാഹ് അതിൻ്റെ മുഴുവൻ വരുംവരായികളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മുസ്ലിം ഉമ്മത്തിന് പാഠം നൽകുന്നുണ്ട്. എന്താണെന്നറിയോ പ്രിയപ്പെട്ടവരെ? റമളാനിൻ്റെ പകലുകളെക്കാൾ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കാണ് പ്രതിഫലം. റമളാനിൻ്റെ അവസാനത്തെ പകലുകളേക്കാൾ ദുൽഹിജ്ജയിലെ
ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിനങ്ങൾക്കാണ് പ്രതിഫലം. പ്രിയപ്പെട്ടവരെ, റമളാനിന്റെ അവസാനത്തെ 10 ദിവസങ്ങളിൽ ഖുർആൻ പാരായണം കൊണ്ട്, സദഖകൾ കൊണ്ട്, ദിക്റുകൾ കൊണ്ട്, തഹ്ലീൽ കൊണ്ട്, തക്ബീർ കൊണ്ട്, തഹ്മീദ് കൊണ്ട് ശ്രദ്ധ പുലർത്തിയ സജീവമായ നമ്മുടെ പള്ളികൾ, നമ്മുടെ വീടകങ്ങൾ നമുക്കിടയിൽ ദുൽഹിജ്ജയുടെ അവസാന 10 പകലുകളിൽ ആ ശ്രദ്ധ കൊണ്ടുവരാൻ നമുക്ക് സാധിക്കലുണ്ടോ എന്ന ഒരു ആത്മപരിശോധന പ്രിയപ്പെട്ടവരെ നമ്മുടെ പക്കൽ നിന്നുണ്ടാകണമെന്നുള്ളത് ഈ ചരിത്രങ്ങളൊക്കെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ്. ഈ ദുൽഹിജ്ജയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കർമ്മം എന്താ? അത് ഹജ്ജ് തന്നെയാണ്. അതുകൊണ്ടാണ് മഹാരഥന്മാരായ പണ്ഡിതന്മാര് പ്രിയപ്പെട്ടവരെ ഇതിൻ്റെ ഒരു പ്രത്യേകത, എന്തുകൊണ്ടാണ് ഈ ദിവസങ്ങൾക്ക് ഇത്ര ശ്രേഷ്ഠത ഉണ്ടായത് എന്ന് മഹാരഥന്മാരായ പണ്ഡിതന്മാർ വിശേഷിപ്പിക്കുന്നുണ്ട്. എന്താണെന്നറിയോ? ലി മക്കാനി ഇജ്തിമാഇ ഉമ്മഹാതിൽ ഇബാദ. അതെ, എല്ലാ ആരാധനകളുടെയും മാതാക്കൾ ഒരുമിച്ച് കൂടുന്ന ഒരു ദിവസമാണ്, ദിനങ്ങളാണ് ഈ ദുൽഹിജ്ജ. എല്ലാ ആരാധന കർമ്മങ്ങളുടെയും മാതാക്കൾ പ്രിയപ്പെട്ടവരെ നോക്കിയ നിങ്ങൾ, ഹജ്ജുണ്ട്, നോമ്പുണ്ട്, നമസ്കാരമുണ്ട്, ദിക്റുണ്ട്, ദുആ ഉണ്ട്, സ്വലാത്തുണ്ട്, എല്ലാം ഒരുമിച്ച് കൂടുക. ഇനി ഒരാൾ റമളാൻ മാസത്തിലും അവന് നോമ്പും നമസ്കാരമേ ഉള്ളൂ, അവന് ഹജ്ജില്ല. എന്നാൽ ഈ ഒരു ദുൽഹിജ്ജയുടെ ദിനത്തിലോ എല്ലാ ഇസ്ലാമിൻ്റെ ആ ഒരു മുഴുവൻ കാര്യങ്ങളും ഉൾപ്പെടുന്ന രൂപത്തിൽ കർമ്മങ്ങൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്ന ആ ദിനങ്ങൾ. അതുകൊണ്ടാണ് ഈ ദിനങ്ങൾക്ക് ഇത്ര പ്രത്യേകതയും പവിത്രതയും മഹത്വവും ശ്രേഷ്ഠതയും പടച്ച റബ്ബ് കൽപ്പിച്ചത്, പടച്ച റബ്ബ് നൽകിയത് എന്ന് ഉലമാക്കൾ പ്രിയപ്പെട്ടവരെ ആയത്തുകളുടെയും ഹദീസുകളുടെയും അടിസ്ഥാനത്തിൽ നമ്മെ ബോധ്യപ്പെടുത്തി തരുമ്പോൾ ഈ ദുൽഹിജ്ജ മാസത്തിലെ നോമ്പുകൾക്ക്, ദുൽഹിജ്ജ 1 മുതൽ 9 വരെയുള്ള നോമ്പുകൾക്ക് പ്രത്യേകതയുണ്ട്. അള്ളാന്റെ റസൂലിന്റെ ഹദീസ് നമുക്ക് കാണാം. കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യസൂമു തിസ്അ ദിൽഹിജ്ജ വയൗമ ആശൂറാ വസലാസത അയ്യാമിൻ മിൻ കുല്ലി ശഹർ അവ്വല ഇസ്നൈനി മിനശ്ശഹരി വൽ ഖമീസ്. അള്ളാന്റെ റസൂല് ദുൽഹിജ്ജയിലെ 9 ആശൂറാ ദിനവും എല്ലാ മാസത്തിലെയും 3 ദിനങ്ങളും അതുപോലെ തന്നെ പ്രിയപ്പെട്ടവരെ തിങ്കളും വ്യാഴവുമൊക്കെ നോമ്പനുഷ്ഠിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. അവിടെയാണ് പണ്ഡിതന്മാര് ചർച്ച ചെയ്തത്, ദുൽഹിജ്ജയിലെ ആ 9 ദിവസങ്ങളും നോമ്പ് നോൽക്കണോ, അതല്ല ദുൽഹിജ്ജ 9 മാത്രമാണോ നോമ്പ് എന്നുള്ളതില് 2 രൂപത്തിലും ഹദീസുകൾ വന്നിട്ടുണ്ട്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം 9 ദിവസവും നോമ്പ് നോൽക്കുക എന്നുള്ളത് ഏറെ പ്രതിഫലമാണ്, ഏറെ ശ്രേഷ്ഠമാണ്. എന്നാലോ ആ ദുൽഹിജ്ജ 9 അറഫ ദിവസത്തിലെ നോമ്പ് എന്നുള്ളത് പ്രിയപ്പെട്ടവരെ പ്രത്യേകം അള്ളാന്റെ റസൂല് പഠിപ്പിച്ചതുമാണ്. അല്ലേ, കഴിഞ്ഞുപോയതും ഇനി വരാനിരിക്കുന്നതുമായ എല്ലാ പാപങ്ങളും പുറത്തു കിട്ടുന്ന, ചെറുപാപങ്ങൾ പുറത്തു കിട്ടുന്ന ഒരു ദിവസത്തിലെ നോമ്പാണ് അറഫ ദിവസത്തിലെ നോമ്പ് എന്നുള്ളത്. ഇനി ഒരാൾക്ക് ചെറുപാപങ്ങളില്ല, വലിയ പാപങ്ങളാണെങ്കിലോ ഒന്നില്ലെങ്കിൽ അതിൽ ലഘൂകരണം അല്ല വരുത്തും, അല്ലെങ്കിൽ വിടുതലുണ്ടാക്കും പടച്ച റബ്ബ് എന്നും ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ പരിചയപ്പെടുത്തുന്നത് കാണാൻ. അതുകൊണ്ട് നമുക്ക് കഴിയാവുന്ന പരമാവധി പ്രിയപ്പെട്ടവരെ നമ്മൾ ആ ശ്രദ്ധയോടുകൂടി, ഇപ്പം നമ്മളെപ്പോഴും പറയുന്ന ഹദീസാണ് മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഇത് റമളാൻ മാസത്തിന് മാത്രമാണ് നമ്മൾ ഈ ഹദീസ് കേട്ടത്. എന്താ കാരണം? ഇത് സുന്നത്ത് നോമ്പുമായി ബന്ധപ്പെട്ട ഹദീസാ. മൻ സാമ യൗമൻ ഫീ സബീലില്ലാഹ് ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫ. ഒരാൾ ഒരു ദിവസം നോമ്പ് നോറ്റാൽ 70 വർഷം വിദൂരമാക്കും നരകവും അവൻ്റെ മുഖവും തമ്മിൽ. 70 വർഷം വിദൂരമാക്കും. അത് സുന്നത്ത് നോമ്പിൻ്റെ വിഷയത്തിൽ വന്ന ഹദീസാ. അപ്പം ഈ നോമ്പിലേക്കൊക്കെ പ്രിയപ്പെട്ട ഒരു ഹദീസ് ആപ്റ്റാണ്, യോജിപ്പിക്കാൻ കഴിയും. അപ്പം അതുകൊണ്ട് ആ വിഷയത്തിൽ നല്ലൊരു ശ്രദ്ധ നമുക്കുണ്ടാകണം. പ്രത്യേകം നമ്മൾ ദിക്റുകളും ദുആകളൊക്കെ അധികരിപ്പിക്കുന്നവർ തന്നെയാണ്. എന്നാൽ റമളാൻ മാസത്തിൽ ഖുർആനിനോട് കാണിക്കുന്നൊരു ശ്രദ്ധയുണ്ടല്ലോ, അതുപോലെ പ്രിയപ്പെട്ടവരെ ഈ ദുൽഹിജ്ജയിലെ ആദ്യ ദിനങ്ങളിൽ പൊതുവെയുള്ള വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 10 ദിവസവും ഹജ്ജ് കർമ്മത്തിനായി വേണ്ടി ഒരുങ്ങിയവരെ സംബന്ധിച്ചിടത്തോളം 14 ദിവസവും അതീവ ശ്രദ്ധ പുലർത്തേണ്ട ദിനങ്ങൾ തന്നെയാണ്. തഹ്ലീലുകൾ അധികരിപ്പിക്കണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ നമ്മുടെ നാവിനോ മനസ്സിനോ ഒരു മടിയുണ്ടാകരുത്. അൽഹംദുലില്ലാ എന്ന് ചൊല്ലാൻ നമുക്കൊരു അശ്രദ്ധയുണ്ടാകരുത്. അല്ലാഹു അക്ബർ എന്ന് ചൊല്ലാൻ പ്രിയപ്പെട്ടവരെ വിസമ്മതം നമ്മെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളത് ഈ ഹദീസുകളൊക്കെ പഠിപ്പിക്കണം. കാരണം അഹബ്ബുൽ കലാമി ഇലല്ലാഹി അർബഉൻ,
അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 4 വാക്കുകൾ, അഹബ്ബുൽ കലാം, അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കുകൾ അത് അർബഉൻ, അത് 4. ഏതൊക്കെയാ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഇതാണ് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ട 4 കലിമത്തുകൾ. സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അക്ബർ. എങ്ങനെ വേണമെങ്കിലും ചൊല്ലാം പ്രിയപ്പെട്ടവരെ. നമ്മുടെ നാവുകൾ ദിക്റുകളാൽ നനഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് എന്നുള്ളത് ഈ ഹദീസ് നമ്മെ പഠിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ദുൽഹിജ്ജ മാസത്തിൽ തൗബക്കും ഇസ്തിഗ്ഫാറിനും പ്രിയപ്പെട്ടവരെ പ്രത്യേകം ഒരു ശ്രദ്ധ നാം കാണേണ്ടതുണ്ട്. അത്തായിബു മിനദ്ദംബി കമല്ലാ ദംബല, പാപങ്ങളിൽ നിന്ന് വിമോചനം ലഭിക്കാൻ വേണ്ടി, പാപമുക്തമായി ജീവിതം ജീവിക്കാൻ വേണ്ടിക്കൊണ്ടൊരാൾ പരിശ്രമിച്ചാൽ കമല്ല ദംബല, അവൻ പാപം ചെയ്യാത്തവനെ പോലെയാണ് പടച്ച റബ്ബിൻ്റെ അരികിൽ ഉണ്ടാവുക. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത് മുതൽ 12ഓളം മാസങ്ങളാണ്. ആ 12 മാസങ്ങളിലും അക്രമം പാടില്ല എന്ന് പറഞ്ഞു. ഒരു അർത്ഥത്തിൽ പ്രിയപ്പെട്ടവരെ, പടച്ച റബ്ബിന് വേണ്ടി അർപ്പിക്കേണ്ട ആ കാര്യങ്ങളിൽ ലഘൂകരണം വരുത്തുകയോ അശ്രദ്ധ കാണിക്കുകയോ ചെയ്യുക എന്നുള്ളത് സ്വന്തത്തോട് കാണിക്കുന്ന അക്രമമാണ്. കാരണം നാളെ സ്വർഗം കിട്ടാതിരിക്കാനുള്ള കാരണമാകും, നരകത്തിലേക്ക് എത്താനുള്ള കാരണമാകും. അതൊരു അക്രമമാണ്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ, ജീവിതത്തിലെ തിന്മകളിൽ നിന്ന് മുക്തമാകണമെന്നും തിന്മകൾ കഴുകിക്കളയണമെന്നും തിന്മകളിൽ നിന്ന് പടച്ച റബ്ബിൻ്റെ അരികിൽ നിന്നുള്ള പാപമോചനം ഇസ്തിഗ്ഫാർ ലഭിക്കണമെന്ന ഒരാഗ്രഹം വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകണം. അതുകൊണ്ട് അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയാൻ പ്രിയപ്പെട്ടവർ നമ്മുടെ മനസ്സും നാവും മുതിരേണ്ടതുണ്ട്. അതുപോലെ തന്നെ എത്ര ചെറിയ കർമ്മങ്ങളാവട്ടെ, അദ്ദിക്റുകൾ, ദുആകൾ, ദുഹാ നമസ്കാരം, അതുപോലെ തന്നെ ഇശ്റാഖിന്റെ നമസ്കാരം, സദഖകൾ, പുഞ്ചിരി അടക്കം പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിൽ നാം അധികരിപ്പിക്കാൻ കഴിയണം. കാരണം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈഅ വലൗ അൻ തൽഖാ അഖാക ബിവജ്ഹിൻ തൽഖ്. നീ നിന്റെ സഹോദരനെ പ്രസന്ന മുഖത്തോടുകൂടി പുഞ്ചിരിയോടുകൂടി കണ്ടുമുട്ടുന്നത് സദഖയാണ് കേട്ടോ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ. അതടക്കം പ്രിയപ്പെട്ടവരെ നാം അധികരിപ്പിക്കണം. അതടക്കം നാം അധികരിപ്പിക്കാൻ കൊണ്ട് അബ്വാബുൽ ഖൈർ, നന്മയുടെ ഏതൊക്കെ കവാടങ്ങളുണ്ടോ ആ കവാടങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ തുറന്നുകൊണ്ട് മുന്നോട്ട് പോകാൻ ഈ ദിനങ്ങളിൽ പ്രത്യേകം ഒരു ശ്രദ്ധയും താല്പര്യവും നമുക്കുണ്ടാകണമെന്നുള്ളതാണ് പറഞ്ഞതിൻ്റെ രത്ന ചുരുക്കം. അലസന്മാരായാൽ, മടിയന്മാരായാൽ പ്രിയപ്പെട്ടവരെ നാളെ നരകമായിരിക്കും നമുക്ക് ലഭിക്കുക. എന്നാൽ അതിനപ്പുറത്ത് അള്ളാഹു നൽകുന്ന ഓഫറുകൾ, റബ്ബ് നൽകുന്ന നിഅമത്തുകളായതൊക്കെ ചെറിയ സമയം കൊണ്ട്, ഈ 10 ദിനങ്ങൾ കൊണ്ട് സ്വർഗീയാരാമത്തിലേക്ക് എത്താനുള്ള കർമ്മങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കുമെങ്കിൽ ഒരു കണ്ണും കണ്ടിട്ടില്ലാത്ത, ഒരു മനസ്സിന് പോലും വിഭാവന ചെയ്യാൻ കഴിയാത്ത, ഒരു കാത് പോലും കേട്ടിട്ടില്ലാത്ത സ്വർഗമായിരിക്കും പ്രിയപ്പെട്ടവരെ ഈ ദിനങ്ങളിലെ പരിശ്രമങ്ങളിലൂടെ വിശ്വാസിക്ക് റബ്ബ് നൽകുന്നത്, അല്ലാഹു നൽകുന്നത്. ആ സ്വർഗത്തിലെത്തിയാലോ എന്തും ആഗ്രഹിക്കുന്നത്, എന്തും ആവശ്യപ്പെടുന്ന പടച്ചോൻ തരും. അതുകൊണ്ട് ചെറിയ ചെറിയ പ്രവർത്തനങ്ങളിൽ താല്പര്യം നമ്മൾ കാണിക്കണം. മടിയന്മാരായിരുന്നാൽ പ്രിയപ്പെട്ടവരെ നമ്മൾ നിരാശരാകും എന്നുള്ള സംശയമില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 70,000 ആളുകളെ വിചാരണയില്ലാതെ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന ഒരു വല്ലാത്തൊരു ഓഫർ അല്ലാഹുവിന്റെ റസൂൽ വെച്ച സമയത്ത് സഹാബത്ത് ഓടി വരിക. ആ ഓടി വരുന്നതിൽ ആദ്യം പ്രിയപ്പെട്ടവരെ ഉക്കാശ റളിയല്ലാഹു തആല അൻഹു അവിടേക്ക് പ്രവാചകന്റെ അരികിലേക്ക് വരുന്ന, റസൂലേ താങ്കൾ ഞാനും കൂടി അതിൽ ഉൾപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കണം റസൂലേ. ഉക്കാശ നീ ഉൾപ്പെട്ടിട്ടുണ്ട് കേട്ടോ. തൊട്ട് വിത്തിൻ സെക്കൻഡുകൾ കൊണ്ട്, നിമിഷങ്ങൾ കൊണ്ട് മറ്റൊരു സഹാബി വരുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂൽ എന്താ പറഞ്ഞതെന്നറിയോ? സബഖക ഉക്കാശ, ഉക്കാശ നിന്നെ മുൻകടന്നു എന്നുള്ള. പ്രിയപ്പെട്ടവരെ, ലംറത്ത് ബിൻ ജുൻദബ് റളിയല്ലാഹു തആല അൻഹു, പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, വയോവൃദ്ധരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ കഴിയാത്തൊരു ചെയ്യണ്ട ഹിജറ പോയിന്നുമായി ബന്ധപ്പെട്ട് വന്ന ആയത്തുകളാണ്. പക്ഷെ ഒരു സഹാബി ലംറത്ത് ബിൻ ജുൻദബ് റളിയല്ലാഹു തആല അൻഹു ഇറങ്ങിത്തിരിച്ചിട്ട് എവിടെ എത്തിയുള്ളൂ എന്നറിയോ? മക്കയിൽ നിന്ന് പുറപ്പെട്ട് മദീന ലക്ഷ്യം വെച്ച് പോയിട്ട് തൻഈം വരെ, അതായത് ഇന്ന് ആയിഷ മസ്ജിദ് നിലകൊള്ളുന്ന സ്ഥലം വരെ എത്തിയുള്ളൂ. അല്ലാഹു ആയത്തിറക്കി. ഹിജറ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. വെറും 7 കിലോമീറ്റർ മാത്രമാണ് യാത്ര ചെയ്യാൻ കഴിഞ്ഞത്.
പക്ഷെ പടച്ചോനെ പ്രീതി കാംക്ഷിച്ച് സ്വർഗം കൊതിച്ച് സ്വർഗം കിനാവ് കണ്ട് സ്വർഗം ആഗ്രഹിച്ചുകൊണ്ട് റബ്ബ് ഇറക്കി ആ സഹാബി വരെ ഇറങ്ങി തിരിച്ചപ്പോൾ പരിശുദ്ധ ഖുർആനിൽ ആ സഹാബിയെ പറ്റി ആയത്തിറക്കുക. പ്രിയപ്പെട്ടവരെ, വഹി നിലച്ചതുകൊണ്ട് നമ്മുടെ പേരുകൾ അതിങ്ങനെ എല്ലാവരും പ്രസിദ്ധമാവുന്ന രൂപത്തിൽ ഉണ്ടാവില്ല. പക്ഷെ പടച്ചോൻ്റെ അരികിലുണ്ടാവും. അള്ളാഹ് നമ്മളൊരു സുബ്ഹാനല്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു അൽഹംദുലില്ലാഹ് ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, നമ്മളൊരു അല്ലാഹു അക്ബർ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ, പ്രിയപ്പെട്ടവരെ, പടച്ചോൻ്റെ അരികിലുണ്ട്. മാ യൽഫിദു മിൻ ഖൗലിൻ ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. ഒരു വാക്ക് പോലും സംസാരിക്കുന്നില്ല കേട്ടോ, അള്ളാഹു ഇത് രേഖപ്പെടുത്തിയിട്ടല്ലാതെ. അള്ളാഹ് എല്ലാം രേഖപ്പെടുത്തും. അതുകൊണ്ട് കിട്ടുന്ന അവസരങ്ങൾ പ്രിയപ്പെട്ടവരെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ആഗ്രഹവും താല്പര്യവും ഉണ്ടാകണം. റഹ്മാനായ റബ്ബ് പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തിക മക്കളെ തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസികും ഇയായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ നമ്മെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, കഴിഞ്ഞൊരു ഖുതുബയിൽ നാം സൂചിപ്പിച്ച കാര്യമായിരുന്നു ഉദ്ഹിയ്യത്ത് കർമ്മം എന്നുള്ളത്. ഈ ദുൽഹിജ്ജ മാസത്തിൽ മുസ്ലിം ഉമ്മത്ത് ഏറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതിൻ്റെ പ്രതിഫലവും ശ്രേഷ്ഠതയുമൊക്കെ കഴിഞ്ഞൊരു ഖുതുബയിൽ നാം മനസ്സിലാക്കിയതാണ്. അതിലാരും വീഴ്ച വരുത്താതിരിക്കുക എന്നുള്ളതാണ് അതിപ്രധാനം. പ്രവാചകൻ്റെയും സഹാബത്തിൻ്റെയും രീതിയും അവരുടെ ജീവിത സാഹചര്യവുമൊക്കെ അറിയാവുന്നവരാണ്. എന്നാൽ അവരൊന്നും ഈ വിഷയത്തിൽ വീഴ്ച വരുത്തിയിട്ടില്ല എന്നുള്ളത് നമുക്കുള്ള ഒരു പ്രചോദനം തന്നെയാണ്. എന്നാൽ ഇന്നത്തെ ഒരു സമൂഹം ഏറെ ആ ഒരു വിഷയത്തിൽ ലാഘവത്വം കാണിക്കുന്നു എന്ന, ഇനി അറക്കുന്നവർ തന്നെ ഏതെങ്കിലും ഒന്നിനെ പിടിച്ച് അറക്കുക എന്ന രീതി ഇന്ന് വളരെ കോമണാണ്. കൃത്യമായിട്ടുള്ള പ്രായവും അതിൻ്റേതായിട്ടുള്ള നിബന്ധനകളും നിർദ്ദേശങ്ങളും ഉണ്ട്. അത് അള്ളാഹിൻ്റെ ദീന് തന്നെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. വില കൂടുതൽ നോക്കിയിട്ട് ഏതെങ്കിലും ഒന്ന് പിടിച്ചറക്കുക എന്ന് പറയുമ്പോൾ പ്രിയപ്പെട്ടവരെ, അത് അസാധുവാകും. അത് പടച്ചോൻ്റെ അടുത്ത് സ്വീകരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അതുകൊണ്ട് അതിൻ്റെ മുഴുവൻ നിബന്ധനകളും അറിയാത്തവരല്ല, പക്ഷെ ഒരു നെവർ മൈൻഡ് ആക്കിയിട്ടാണ് ഇതൊക്കെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു നെവർ മൈൻഡ് ഈ വിഷയത്തിൽ നമുക്ക് ആർക്കും ഉണ്ടാകാൻ പാടില്ല എന്ന ഒരു നിശ്ചയദാർഢ്യം, പ്രിയപ്പെട്ട ഒരു തീരുമാനം നമുക്കുണ്ടായേ മതിയാകും. അറിയാം, നമുക്ക് ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ ഉദ്ഹിയ്യത്ത് അറക്കാൻ ഉദ്ദേശിക്കുന്നവർ അവരുടെ രോമങ്ങൾ നീക്കാൻ പാടില്ല എന്നുള്ളത്, ആ ഒരു വിഷയം കൂടി എന്ത് ചെയ്യണം, നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നഖം, കക്ഷരോമം, ഗുഹ്യരോമം, മീശ, താടി അവയൊന്നും പ്രിയപ്പെട്ടവരെ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല. നമ്മൾ പെരുന്നാൾ ദിവസം അറുത്തിട്ടില്ല, അയ്യാമു തശ്രീഖിൻ്റെ അവസാന ദിവസമാണ് അറക്കുന്നതെങ്കിൽ അന്ന് വരെ ഇതൊന്നും വെട്ടാനോ ചുരുക്കാനോ പാടില്ല എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ അധ്യാപനം. അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകേണ്ടതുണ്ട്. പ്രത്യേകം ഓർമ്മപ്പെടുത്താനുള്ള പ്രിയപ്പെട്ടവരെ, നമ്മുടെ മദ്രസ അഡ്മിഷൻ്റെ അവസാനത്തിലേക്ക് എത്തിയിട്ടുണ്ട്. നമ്മൾ ഈ വിഷയത്തിൽ ശ്രദ്ധ കാണിക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ ഖുത്ബയിൽ പറഞ്ഞതുപോലെ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുന്നവൻ മാത്രമാണ് ബുദ്ധിമാൻ. നമ്മൾ ആ അവസരങ്ങളെ ഉപയോഗപ്പെടുത്തി നാളെ ആകട്ടെ എന്ന് പറഞ്ഞ് ഒരുപക്ഷെ നാളെ ചേർത്താൽ നമ്മളില്ല എങ്കിലോ, നമ്മുടെ മക്കളെ ദീനിൻ്റെ മേഖലയിലേക്ക് കൈപ്പിടിച്ച് ആനയിക്കാൻ പ്രിയപ്പെട്ടവരെ ആ ഒരു തൗഫീക്ക് പടച്ചോ നാളെ നമുക്ക് തന്നിട്ടില്ലെങ്കിലോ, അത് നല്ലൊരു ശ്രദ്ധ നമുക്ക് വേണം. അപ്പോൾ ആ ഒരു ഖൈറിന് നമ്മൾ എത്രയും പെട്ടെന്ന് ഇടപെടണം. നമുക്ക് സൗകര്യങ്ങളും സംവിധാനങ്ങളും പഠന കേന്ദ്രങ്ങളും ഒരുപാടുണ്ട്. പക്ഷെ അതിങ്ങനെ നാളെ ആവട്ടെ മറ്റന്നാവട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവാൻ അതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ശരിയല്ല. വളരെ കുറഞ്ഞ അഡ്മിഷനും കൂടിയാണുള്ളത്. പെട്ടെന്ന് തന്നെ അതിൻ്റെ ഭാരവാഹികളുമായി കണ്ടെത്തി ഇടപെട്ട് നമ്മുടെ മക്കളെ ആ ഒരു മദ്രസയിലേക്കൊക്കെ ചേർത്താനുള്ള ഒരു പണി നമ്മൾ എടുക്കണമെന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞതിലും കേട്ടതിലും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തിക മക്കളുടെ തൗഫീക്ക് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. റബ്ബേ, ശിഫ പ്രദാനം ചെയ്യണേ. അല്ലാ, സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ അല്ലാഹുവേ പരിഹാരമേകണേ. അല്ലാ,
അള്ളാഹുവെ പെട്ടെന്നുള്ള മരണങ്ങളിൽ നിന്ന് റബ്ബെ കാത്തുരക്ഷിക്കണേ അല്ലാ. മാറ്റിയാൽ മാറാത്ത രോഗങ്ങൾ ഞങ്ങൾക്ക് ആർക്കും നൽകല്ലേ അല്ലാ. പടച്ച റബ്ബെ അപകടങ്ങൾ, വലിയ വലിയ മഹാദുരന്തങ്ങൾ, ഇതിൽ നിന്നൊക്കെ റബ്ബെ ഞങ്ങളെ കാത്തുരക്ഷിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബത്തിലും സന്താനങ്ങളിലും കൺകുളിർമ പ്രദാനം ചെയ്യണേ അല്ലാ. ഞങ്ങളുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഞങ്ങളുടെ കുടുംബ പരമ്പരയിലും സന്താനങ്ങളിലുമൊക്കെ ദീനിൻ്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കി ജീവിച്ച് മുസ്ലിമായി മുഅ്മിനായി ജീവിക്കുന്നവരാകാനുള്ള തൗഫീക്ക് റബ്ബെ ഞങ്ങൾക്കൊക്കെ നൽകി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വയാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا، ربنا تقبل منا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.